ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫാർമക്കോളജിയാണ്. പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് പോയിന്റ്സ് ആക്കി എടുത്തിട്ടുള്ള ഫാർമക്കോളജി ടോപ്പിക്കാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഇട്ട വാക്സിൻസ്, അതുപോലെ ഡിഫൻസ് മെക്കാനിസംസ്, ഇതൊക്കെ JHI, JPHN, സ്റ്റാഫ് നേഴ്സ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ജനറൽ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ദേവസ്വം എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവർ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എക്സാം മാറ്റിവെക്കാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും നിങ്ങൾ സൈറ്റിലൊന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക. സൈറ്റിൽ അവർ ഇടുമെന്നാണ് പറഞ്ഞത്. എക്സാം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഊർജ്ജസ്വരമായിട്ട് പഠിക്കുക. പിന്നെയുള്ള ദിവസങ്ങൾ ദേവസ്വം എക്സാമിന് വേണ്ടി പഠിക്കുക. അതുപോലെ നമ്മൾ പ്രോപ്പറായിട്ട് DME എക്സാമിന് വേണ്ടി വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട സമയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ചാനൽ ഓരോ വീഡിയോകൾ ഇടുമ്പോഴും നിങ്ങൾ നോട്ട് എഴുതി പോവുക. നോട്ട് എഴുതിയിട്ട് ചില ആളുകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതുപോലെ നോട്ട് എഴുതി പോവുക. അത് എക്സാം ടൈമിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നോട്ട് എഴുതി പോയി കഴിഞ്ഞാൽ അത് വായിക്കുകയും ചെയ്യാം, വീഡിയോ കാണുന്ന കൂടെ വായിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റാഫ് നേഴ്സ് എക്സാമിനും അതുപോലെ JHI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിനും JPHN എക്സാമിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പോയിന്റ്സ് ആണ് നോക്കുന്നത്. ഫുള്ളായിട്ടും വാച്ച് ചെയ്യുക. ടെറാട്ടോജനിക് ഡ്രഗ്സ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. ടെറാട്ടോജനിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോഴാണെങ്കിൽ ഡ്രഗ്സ്, ആ ഒരു തരത്തിലുള്ള ഡ്രഗ്സ് ഫീറ്റലിന് മാൽഫോർമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫീറ്റസിന് അല്ലെങ്കിൽ എംബ്രിയോയ്ക്ക് ഫീറ്റസിന് ദോഷകരമാകുന്ന ഡ്രഗ്സിനെയാണ് ടെറാട്ടോജനിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഫിനറ്റോയിൻ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ് ആണ്. ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം ഉണ്ടാക്കുന്ന ഡ്രഗാണ് ഫിനറ്റോയിൻ. ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് പാലറ്റ്, സ്മോൾ ഹെഡ് ഒക്കെ ഉണ്ടാകാനുള്ള, ഹിർസ്റ്റോയിസം, ഹാർട്ട് ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം. സോ അത് ഫിനറ്റോയിൻ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ആവശ്യത്തിൽ കൂടുതൽ ശരീരത്തിൽ എത്തുന്ന കൊണ്ടാണ് ഈ ഒരു സിൻഡ്രോം ഉണ്ടാകുന്നത്. അപ്പം ഫിനറ്റോയിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഫീറ്റൽ ഹൈഡാൻഡോയിൻ സിൻഡ്രോം. ഫീറ്റൽ വാർഫാരിൻ സിൻഡ്രോം, ഹെമറേജ് ഉണ്ടാകും. ഒരു ഡിസോർഡർ ആണ് എംബ്രിയോ വിച്ച് ഒക്കേഴ്സ് ഇൻ എ ചൈൽഡ് ഹുസ് മദർ ടുക്ക് ദ മെഡിക്കേഷൻ വാർഫാരിൻ. മദർ വാർഫാരിൻ കഴിക്കുന്നത് മൂലം ഫീറ്റൽ വാർഫാരിൻ സിൻഡ്രോം ഉണ്ടാകുന്നു. അപ്പോൾ കുട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലോവർ ഗ്രോത്ത് ആയിരിക്കും, മെന്റൽ റിട്ടാർഡേഷൻ, ഡെഫ്നെസ്, സ്മോൾ ഹെഡ് സൈസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ എന്നുള്ളത് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആണ്. സ്ട്രെപ്റ്റോമൈസിൻ TB ഡ്രഗ് ആണ്. അത് പ്രഗ്നൻസി ടൈമിൽ മദർ എടുത്തു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഡെഫ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദെൻ താലിഡോമൈഡ് എന്നുള്ള മെഡിസിൻ, താലിഡോമൈഡ് എന്നുള്ള മെഡിസിൻ ഫാക്കോമാലിയ അല്ലെങ്കിൽ സീൽ ലിംബ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫാക്കോമാലിയ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അബ്നോർമാലിറ്റി. താലിഡോമൈഡ് എന്നുള്ള മെഡിസിൻ സാധാരണ HIV അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൈലോമയ്ക്കൊക്കെ കൊടുക്കുന്ന ഡ്രഗാണ് താലിഡോമൈഡ്. ഈ ഒരു ഡ്രഗ് കഴിക്കുമ്പോഴും കുട്ടിക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ സീൽ ലിംബ് അബ്നോർമാലിറ്റി, കുട്ടിയുടെ കൈയും അതുപോലെ കാലിലെ ലിംസ് ഒക്കെ വളരെ ചെറുതായിട്ട് ആ ഒരു രീതിയിൽ കാണുന്നതാണ് ഈ മെഡിസിൻ. താലിഡോമൈഡ് എന്നുള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ട് ഉണ്ടാകുന്നത്. ലിഥിയം എന്നുള്ളത് ആന്റിമാനിക് ഡ്രഗ് ആണ്. എപ്സ്റ്റീൻ അനോമാലീസ്, ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടിക്ക്. ഹാർട്ട് വാൽവ് ഡിഫക്റ്റ്, എസ്പെഷ്യലി ട്രൈക്കസ്പിഡ് വാൽവിനുള്ള നമ്മുടെ അപ്പർ റൈറ്റ് ചാമ്പറിലുള്ള ട്രൈക്കസ്പിഡ് വാൽവിനുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലിഥിയം ഡ്രഗ്സ് കഴിക്കുമ്പോൾ. അതുകൊണ്ട് പ്രഗ്നൻസി ടൈമിൽ അവോയ്ഡ് ചെയ്യേണ്ട ഡ്രഗ്സ് ആണ് ഇതൊക്കെ. ദെൻ സോഡിയം വാൾപ്രേറ്റ് ഡ്രഗ്സ് സാധാരണ മാനിക് ഡ്രഗ് ആണ്, അതുപോലെ എപ്പിലെപ്സിക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിറ്റാമിൻ എ കാർസിനോജിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഡ്രഗ് ആണ്. ടെട്രാസൈക്ലിൻ ഡെന്റൽ പ്രോബ്ലം. Then benzathin penicillin is the longest acting penicillin. Benzathin penicillin is the longest acting penicillin. ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 3 weeks വരെ ഉണ്ടാകാറുണ്ട്. ബെൻസാത്തിൻ പെനിസിലിന്റെ ആക്ഷൻ 3 weeks വരെ. സാധാരണയായിട്ട് ഈ ഒരു ബെൻസാത്തിൻ പെനിസിലിൻ IM ഇഞ്ചക്ഷൻ ആണ് സാധാരണയായിട്ട് കൊടുക്കുന്നത്. റുമാറ്റിക് ഫീവർ കണ്ടീഷനിലും അതുപോലെ
ഡിഫ്തീരിയക്കൊക്കെ കൊടുക്കുന്നതാണ് ഈ ഒരു ആന്റിബയോട്ടിക്. DIM ആയിട്ട് കൊടുക്കുന്നതാണ് റുമാറ്റിക് ഫീവറിന്. ഇത് 3 weeks ഇന്റർവെല്ലിലാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ഷൻ 3 weeks ആണ്. ലോങ്സ്റ്റ് ആക്ടിംഗ് പെൻസിലിൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബെൻസാത്തിൻ പെൻസിലിനാണ്. A single course of betamethasone is recommended for pregnant women for fetal lung maturity at 32 weeks. ഫീറ്റൽ ലങ് മെച്യൂരിറ്റി ഉണ്ടാകാൻ വേണ്ടി ഒരു ബെറ്റാമെത്തസോൺ എന്നുള്ള ഒരു സ്റ്റിറോയിഡ് ഡ്രഗ്സ് പ്രഗ്നന്റ് വുമണ് കൊടുക്കാറുണ്ട്. 32 weeksലാണ് സാധാരണ കൊടുക്കാറ്. ക്യുനൈൻ കോസ് ഹൈപ്പോഗ്ലൈസീമിയ. ക്യുനൈൻ എന്ന് പറയുമ്പോൾ മലേറിയക്ക് കൊടുക്കുന്ന ഡ്രഗാണ് ക്യുനൈൻ. ക്ലോറോക്വിൻ അതുപോലെ അങ്ങനെയുള്ള ഡ്രഗ്സ് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള കൊടുക്കുന്ന വളരെ സൈഡ് എഫക്ട്സ് കുറഞ്ഞ ഡ്രഗാണ് ക്യുനൈൻ. ഇറ്റ് കോസ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ മലേറിയ ഉള്ള പേഷ്യന്റിന് സാധാരണയായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്രഷ് ജ്യൂസ് ഒക്കെ കൊടുക്കാറുണ്ട് ഇതിന്റെ കൂടെ, ഹൈപ്പോഗ്ലൈസീമിയ തടയാൻ വേണ്ടിയാണ്. ഫ്രൂസ്മൈഡ് ലൂപ്പ് ഡയററ്റിക്സ് ആണ്. ഫ്രൂസ്മൈഡ് സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രൂസ്മൈഡ് ആണ്. ലാസിക്സ് എന്നുള്ള ഡ്രഗാണ്. അത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലുള്ള എഡിമ, അമിതമായിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ ശരീരത്തിൽ നിന്ന് പോകാനൊക്കെ പെട്ടെന്ന് കൊടുക്കുന്ന ഡ്രഗാണ് ലാസിക്സ്. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഉപയോഗിക്കുന്നു ഡ്രഗ്സ്. അപ്പൊ ഈ ലാസിക്സ് കൊടുക്കുമ്പോൾ നന്നായിട്ട് യൂറിൻ പാസ് ചെയ്യും പേഷ്യന്റ്. അപ്പൊ പൊട്ടാസ്യം നഷ്ടപ്പെടും, ശരീരത്തിൽ നിന്ന് പൊട്ടാസ്യം നഷ്ടപ്പെടും ലാസിക്സ് നമ്മൾ ഇൻജക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ലാസിക്സ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക് ആയിട്ട് അറിയപ്പെടുന്നതാണ് അൽഡാക്ടോൺ. അൽഡാക്ടോൺ ആണ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്, അതായത് പൊട്ടാസ്യം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു ഡയററ്റിക്സ് ആണ് അൽഡാക്ടോൺ. മാനിറ്റോൾ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ഇൻക്രീസ്ഡ് ICP. ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗാണ് മാനിറ്റോൾ. മാനിറ്റോൾ 20% ആണ് കൊടുക്കാറുള്ളത്. റിഫാംബസിൻ കോസ് ഓറഞ്ച് കളർ യൂറിൻ. റിഫാംബസിൻ എന്ന് പറഞ്ഞാൽ ആന്റി-TB മെഡിസിൻ ആണ്. ഓറഞ്ച് കളർ യൂറിൻ ഉണ്ടാകുന്നത് റിഫാംബസിൻ മെഡിസിൻ കൊടുക്കുമ്പോഴാണ് ഈ ഓറഞ്ച് കളർ യൂറിൻ. ഇത്തംബ്യൂട്ടോൾ ഈസ് ഓൺലി വൺ ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ് ഇൻ ഡോട്ട്സ്. Ethambutol is the only one bacteriostatic drug in DOTS. DOTS എന്നുള്ള ട്രീറ്റ്മെന്റ് ആണ്, TB-യുടെ ട്രീറ്റ്മെന്റ് ആണ്. Ethambutol is the only one bacteriostatic drug. Magnesium sulfate used for treatment of seizures in pregnant women who have high blood pressure, especially pregnant women. സാധാരണ എക്ലാംസിയ കണ്ടീഷനിൽ there will be seizures. ആ ഒരു seizures തടയാൻ വേണ്ടി ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യന്റിന് കൊടുക്കുന്നതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഓർത്ത് വെക്കണം, എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് സീഷേഴ്സ് ഇൻ പ്രഗ്നന്റ് വുമൺ ഹു ഹാവ് ഹൈ ബ്ലഡ് പ്രഷർ, ദാറ്റ് ഈസ് മഗ്നീഷ്യം സൾഫേറ്റ്. കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് യൂസ്ഡ് കാൽസ്യം ഡെഫിഷ്യൻസീസ് സച്ച് ആസ് ഹൈപ്പോകാൽസ്യമിക് ടെറ്റനി. ഹൈപ്പോകാൽസ്യമിക് ടെറ്റനിക്ക് കൊടുക്കുന്നതാണ് കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. ഇപ്പൊ ടെറ്റനി എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ, ലോ ബ്ലഡ് കാൽസ്യം മൂലം നമ്മുടെ കാലിലും കൈക്കും ഒക്കെ ക്രാംസ് ഉണ്ടാവും, മസിൽ സ്പാസം ഉണ്ടാവും, അതുപോലെ ലാരിങ്സിൽ സ്പാസം ഉണ്ടാവും, ന്യൂറോളജിക്കൽ റിഫ്ലക്സസ് പ്രൊഡ്യൂസ് ചെയ്യും. മെയിനായിട്ട് നമ്മുടെ കൈക്കും കാലിനും ഒക്കെ മസിലിന് പ്രശ്നം ഉണ്ടാവും, സ്പാസം ഉണ്ടാവും ടെറ്റനി മൂലം. അപ്പൊ കാൽസ്യം ഗ്ലൂക്കോണേറ്റ് ഈസ് യൂസ്ഡ് കാൽസ്യം ഡെഫിഷ്യൻസി സച്ച് ആസ് ഹൈപ്പോകാൽസ്യമിക് ടെറ്റനി. ലിഥിയം ആന്റിമാനിക് ഡ്രഗ് ആണ് ലിഥിയം. ക്യാൻ കോസ് ഹൈപ്പോനാട്രീമിയ ബൈ ഡിക്രീസിംഗ് സോഡിയം reabsorption by the renal tubules. Provide more sodium diet like fish, vegetables. അപ്പൊ ലിഥിയം ആന്റിമാനിക് ഡ്രഗ് ആണ്. അപ്പൊ ലിഥിയത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് ഹൈപ്പോനട്രീമിയ. അപ്പൊ ലിഥിയം കഴിക്കുന്ന പേഷ്യൻസിന് ധാരാളം സോഡിയം ഡയറ്റ് കൊടുക്കണം. ഫിഷ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ആപ്പിൾസ്, ഓറഞ്ച്, ബനാന, ഇതൊക്കെ ഒക്കെ ധാരാളം സോഡിയം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഫിഷ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മെഡിസിൻ കഴിക്കുന്നവര് ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കണം. വാങ്കോമൈസിൻ സൈഡ് ഇഫക്ട്സ് ഈസ് റെഡ്മാൻ സിൻഡ്രം. റെഡ്മാൻ സിൻഡ്രം ഉണ്ടാകുന്നത് വാങ്കോമൈസിൻ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് റെഡ്മാൻ സിൻഡ്രം. റെഡ്മാൻ സിൻഡ്രം എന്ന് പറയുന്നത് ഒരു അനാഫിലക്ടോയിഡ് റിയാക്ഷൻ ആണ്, അനാഫിലറ്റിക് റിയാക്ഷൻ ആണ്. റാപ്പിഡ് ഇൻഫ്യൂഷൻ ഓഫ് വാങ്കോമൈസിൻ. ഇപ്പൊ വാങ്കോമൈസിൻ എന്നുള്ളത് ആന്റിബയോട്ടിക് സൊല്യൂഷൻ ആണ്. ഈ ഒരു വല്ലാതെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിൻഡ്രം ആണ് റെഡ്മാൻ സിൻഡ്രം. റെഡ്മാൻ സിൻഡ്രത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരം മുഴുവൻ റാഷ് വരും, ചുമന്ന് തടിച്ച റാഷുകൾ, എസ്പെഷ്യലി ഫേസ്, നെക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വല്ലാതെ റാഷ് വരും. അതാണ് റെഡ്മാൻ സിൻഡ്രം. മൊത്തം ഒരു ചുമന്ന കളറായിരിക്കും.
വാങ്കോമൈസിൻ പെട്ടെന്ന് തന്നെ ഇൻഫ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വാങ്കോമൈസിൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ സ്ലോ ഇൻഫ്യൂഷനാണ് വേണ്ടത്. ആസ്പിരിൻ സൈഡ് ഇഫക്ട്സ് ഈസ് ബ്ലീഡിംഗ്. ആസ്പിരിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് ബ്ലീഡിംഗ്, ടിനിറ്റസ്, റൈസ് സിൻഡ്രം. ആസ്പിരിൻ സൈഡ് ഇഫക്ട്സ് ആണ് ബ്ലീഡിംഗ്, ടിനിറ്റസ് ആൻഡ് റൈസ് സിൻഡ്രം. Then tetracycline expired drugs cause Fanconi syndrome. Tetracycline expired drug, expired ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ ഡ്രഗ്സ് ഉണ്ടാക്കുന്ന സിൻഡ്രം ആണ് ഫാൻഗോണി സിൻഡ്രം. ക്ലോസാപ്പിൻ സൈഡ് ഇഫക്ട്സ് അഗ്രാനുലർ സൈറ്റോസിസ്. അഗ്രാനുലർ സൈറ്റോസിസ് ഉണ്ടാക്കുന്നത് ക്ലോസാപ്പിന്റെ സൈഡ് ഇഫക്ട്സ് ആയിട്ട് വരുന്നതാണ് അഗ്രാനുലർ സൈറ്റോസിസ്. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. സിവിയർ ആൻഡ് ഡേഞ്ചറസ് ല്യൂക്കോപീനിയ. നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് വല്ലാണ്ട് കുറഞ്ഞു പോവുക, അതാണ് ക്ലോസാപ്പിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ക്ലോസാപ്പിൻ കഴിക്കുമ്പോൾ. ഇനി അടുത്ത സ്ലൈഡ്. അമിനോഗ്ലൈക്കോസൈഡ്സ് ഡ്രഗ്സ് കോസ് ഓട്ടോ ടോക്സിസിറ്റി. അപ്പൊ അമിനോഗ്ലൈക്കോസൈഡ്സ് ഡ്രഗ്സ് ആണ് അമൈക്കാസിൻ, ജെൻഡാമൈസിൻ, ഒഫ്ലോക്സാസിൻ, നിയോമൈസിൻ. ഇത്തരത്തിലുള്ള ഡ്രഗ്സുകളൊക്കെ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത, അതായത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് അമിനോഗ്ലൈക്കോസൈഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ ജെൻഡാമൈസിൻ, അമൈക്കാസിൻ തുടങ്ങിയ ഡ്രഗ്സുകൾ. ഒപ്പിയോയിഡ് അനാൾജസിക്സ് ഇൻക്ലൂഡ് മോർഫിൻ. ഇതൊക്കെ ഒപ്പിയോയിഡ് അനാൾജസിക്സിൽ വരുന്നതാണ്. മോർഫിൻ ക്യാൻസർ പെയിനൊക്കെ കൊടുക്കുന്ന ഡ്രഗാണ് മോർഫിൻ, വളരെ എഫക്റ്റീവ് ആണ്. ട്രമഡോൾ, ഫെന്റാനൈൽ, മെത്തഡോൺ, ഡെക്സ്ട്രോ മെത്തോഫാൻ, മെപ്പെരിഡിൻ, കൊഡീൻ ആൻഡ് വിപ്രിനോഫ്രിൻ. അപ്പൊ ഇത്രയും ഡ്രഗ്സ് ഒക്കെ ഒപ്പിയോയിഡ് അനാൾജസിക്സ് ആണ്. ഫോളോയിങ് ആർ ഒപ്പിയോയിഡ് അനാൾജസിക്സ് എക്സെപ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രഗ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. മോർഫിൻ, ട്രമഡോൾ, ഫെന്റാനൈൽ. ട്രമഡോൾ, ഫെന്റാനൈൽ ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണ്. മെത്തഡോൺ, ഡെക്സ്ട്രോ മെത്തോഫാൻ, മെപ്പെരിഡിൻ, കൊഡീൻ ആൻഡ് ബുപ്രനോഫിൻ. ഇത്രയും ഡ്രഗ്സിന്റെ പേരുകൾ ഓർത്തിരിക്കുക. റിഡക്ഷൻ ഓഫ് ഡോപ്പാമിൻ കോസ് പാർക്കിൻസൺസ് ഡിസീസ്. ഡോപ്പാമിന്റെ അധികം ആകുന്ന പ്രശ്നമാണ് സ്കിസോഫ്രീനിയ, സൈക്കോസിസ് പോലുള്ള കണ്ടീഷൻ. ഡോപ്പാമിൻ അധികം ആകുന്നുണ്ട്. അപ്പൊ ഡോപ്പാമിൻ കുറയ്ക്കാനുള്ള ആന്റിസൈക്കോട്ടിക്സ് പേഷ്യൻസിന് കൊടുക്കുമ്പം പേഷ്യൻസിന് സാധാരണ പാർക്കിൻസൺസ് ഡിസീസ് കാണാറുണ്ട്. അപ്പൊ ആന്റിസൈക്കോട്ടിക്സ് എടുക്കുന്ന പേഷ്യൻസിന് സാധാരണ ഉള്ള ഒരു പ്രശ്നമാണ് പാർക്കിൻസൺസ് ഡിസീസ്. അപ്പൊ നമ്മൾ ആന്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സ് കൊടുക്കുന്നത്. സിഡോവുഡിൻ ആൾസോ നോൺ ആസ് അസിഡോതിമിഡിൻ. സിഡോവുഡിൻ എന്നുള്ള ഡ്രഗിന്റെ മറ്റൊരു പേരാണ് അസിഡോതിമിഡിൻ. ഇസ് എൻ ആന്റി റിട്രോവൈറൽ മെഡിക്കേഷൻ. സാധാരണ HIV-ക്കെതിരെ കൊടുക്കുന്ന ഡ്രഗാണ് സിഡോവുഡിൻ, ആന്റി റിട്രോവൈറൽ മെഡിക്കേഷൻ. അതുപോലെ നെവിറാപ്പിനും സിഡോവുഡിനും ആന്റി റിട്രോവൈറൽ മെഡിക്കേഷൻ ആണ്. ഇറ്റ് മേ ബി യൂസ്ഡ് ടു പ്രിവെന്റ് മദർ ടു ചൈൽഡ് സ്പ്രെഡ് ഡ്യൂറിംഗ് ബർത്ത് or after a needle stick injury or other potential exposure. അപ്പം മദറിന് HIV പോസിറ്റീവ് ആണെങ്കിൽ കുട്ടിക്ക് പകരാതിരിക്കാൻ വേണ്ടി മദറിന് കൊടുക്കുന്നതാണ് സിഡോവുഡിനും നെവിറാപ്പിനും. അതുപോലെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സാധാരണ ഹെൽത്ത് സ്റ്റാഫിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് സിഡോവുഡിനും നെവിറാപ്പിനും. ഇനി കുറച്ച് ഡ്രഗ്സും അതിന്റെ തെറാപ്യൂട്ടിക് സിറം ലെവലും നോക്കാം. എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡിഗോക്സിൻ 0.5 to 2 mg/ml. ഡിഗോക്സിൻ 0.5 to 2 mg/ml ആണ് നോർമൽ സിറം ലെവൽ, തെറാപ്യൂട്ടിക് സിറം ലെവൽ. അപ്പൊ ഡിഗോക്സിൻ നമുക്കറിയാം ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഡ്രഗാണ്. ഡിഗോക്സിൻ പൾസ് റേറ്റ് 60 കുറവാണെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യേണ്ട ഡ്രഗാണ് ഡിഗോക്സിൻ. ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്നതാണ്. തെറാപ്യൂട്ടിക് സിറം ലെവൽ 0.5 to 2 mg/ml. ലിഥിയം ആന്റിമാനിക് ഡ്രഗാണ്. 0.5 to 1.2 mg/L. ലിഥിയം 0.5 to 1.2 mg/L. അസെറ്റാമിനോഫെൻ 10 to 25 mg/dl. Acetaminophen 10 to 25 mg/dl. Acetaminophen. Phenytoin 10 to 20 microgram/ml. Phenytoin 10 to 20 microgram/ml. Clozapine 200 to 700 mg/ml. Clozapine antipsychotic ആണ്. 200 to 700 mg/ml ആണ് തെറാപ്യൂട്ടിക് സിറം ലെവൽ. സോഡിയം വാൾപ്രേറ്റ് ആന്റി എപ്പിലെപ്റ്റിക് മെഡിക്കേഷൻ ആണ്. അതുപോലെ ആന്റിമാനിക് മെഡിസിനും ആണ്. 50 to 125 mg/dl. സോഡിയം വാൾപ്രേറ്റ് 50 to 125 mg/dl. അപ്പൊ ഇത്രയും ഡ്രഗ്സും തെറാപ്യൂട്ടിക് സിറം ലെവലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്.
അപ്പൊ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നേരത്തെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അതുപോലെ നോക്കിയിട്ട് ഞാൻ ആ പോയിന്റ്സ് എഴുതിയാണ്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ പോയിന്റ്സ് പഠിച്ചു പോകാൻ കഴിയുന്ന കരുതിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കൊരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. താങ്ക്